ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നോമ്പ് കാലത്ത് നോണില്ലാതെ കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 2 ഉരുളൻകിഴങ്ങ് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് അടുത്ത പരിപാടി. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ ഒരു 100 ഗ്രാമോളം സോയ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതാ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഉരുളൻകിഴങ്ങും വെന്തിട്ടുണ്ട്. അതും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഉരുളൻകിഴങ്ങും സോയയും കൂടി മിക്സിയുടെ ജാറിലിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കേണ്ട, ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതപ്പോൾ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് മൈദപ്പൊടിയും പിന്നെ ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇടുന്നത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. തക്കോലവും പട്ടയും എല്ലാം കൂടി പൊടിച്ചത്, അതൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അരിപ്പൊടിയോ മൈദയോ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുഴച്ചത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കോളിഫ്ലവറാണ്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ആ തണ്ട് മുറിച്ച് കളയരുത്. ഇതുപോലെ തണ്ടേപ്പാടെ ഇത്രയും കനത്തിൽ മുറിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് വെന്തോളും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഈ കോളിഫ്ലവർ ഇതുപോലെ പൊതിഞ്ഞ് ചിക്കൻ കാല് പോലെ പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് 2 കൈ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനതങ്ങനെ ചിക്കൻ കാല് പോലെ, ചിക്കൻ്റെ കാല് ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ പിടിച്ച് വയ്ക്കുന്ന പോലെ ഉണ്ടാക്കി വയ്ക്കുക. ഇതുപോലെ ഇപ്പോൾ ഏകദേശം ചിക്കൻ കാല് പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമ്മൾ ഓരോ കോളിഫ്ലവറും ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളതിൽ കുറച്ച് വേപ്പില ഇട്ടിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ചിക്കൻ കാല് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പ് മറിച്ചിട്ടു, അതായിട്ടുണ്ട്. അതെടുത്ത് മാറ്റാൻ നമുക്ക്. ഇനി ബാക്കിത്തെ ചിക്കൻ കാലുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നോമ്പ് കാലത്ത് മറ്റേ മക്കളൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലാതെ കാണിക്കുകയോ കാണുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരെ സന്തോഷിപ്പിക്കാം. അതുപോലെ ഇത് നല്ല ടേസ്റ്റുമാണ്. ശരിക്കും സ്ട്രക്ചറിലും കഴിക്കുമ്പോഴും ചിക്കൻ്റെയൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.